ഇന്ത്യയിലെ ബാങ്കിംഗ് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ കഥ. ഒരു ചെറിയ ബാങ്കായി തുടങ്ങി വലിയ ലയനങ്ങളിലൂടെ വളർന്ന് ഒടുവിൽ HDFC ബാങ്കിന്റെ ഭാഗമായി മാറിയ ഇതിന്റെ ചരിത്രം വളരെ കൗതുകകരമാണ്. ഈ ബാങ്കിന്റെ പൂർണ്ണമായ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്ന കാലഘട്ടമായിരുന്നു 90കൾ. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ സ്വകാര്യ ബാങ്കുകൾക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചു. അതുവരെ സർക്കാർ ബാങ്കുകൾ മാത്രം ഭരിച്ചിരുന്ന മേഖലയിലേക്ക് പുതിയ തലമുറ ബാങ്കുകൾ കടന്നു വന്നു. ഈ സാഹചര്യത്തിലാണ് സെഞ്ചുറിയൻ ബാങ്ക് രൂപീകൃതമാകുന്നത്. 1994 ഈ ബാങ്ക് സ്ഥാപിതമായി. 20th സെഞ്ചുറി ഫിനാൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനവും സിംഗപ്പൂരിലെ കെപ്പൽ ഗ്രൂപ്പും ചേർന്നാണ് ഈ സംരംഭം തുടങ്ങിയത്. ആധുനിക സാങ്കേതിക വിദ്യയും മികച്ച സേവനവും നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. ഗോവയിലെ പനാജി ആസ്ഥാനമായാണ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ തന്നെ എനി ടൈം മണി സേവനങ്ങൾ ഇവർ വ്യാപകമാക്കി. ഉപഭോക്താക്കൾക്ക് പുതിയൊരു ബാങ്കിംഗ് അനുഭവം നൽകാൻ ഇവർ ശ്രമിച്ചു. തുടക്കം ഗംഭീരമായിരുന്നെങ്കിലും പിന്നീടുള്ള കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. 90കളുടെ അവസാനത്തോടെ ബാങ്കിന് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. കിട്ടാക്കടങ്ങൾ വർദ്ധിച്ചു. ബാങ്കിന്റെ മൂലധനത്തിൽ കുറവ് അനുഭവപ്പെട്ടു. നിക്ഷേപകർക്ക് ആശങ്കയുണ്ടായി. ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയൊരു നേതൃത്വവും പണവും ആവശ്യമായി വന്നു. ഈ സമയത്താണ് റാണ തൽവാർ എന്ന പ്രശസ്ത ബാങ്കർ രംഗത്തെത്തുന്നത്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന്റെ ആഗോള തലവനായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാബർ ക്യാപിറ്റൽ എന്ന കമ്പനി സെഞ്ചുറിയൻ ബാങ്കിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു. 2003 2004 നടന്ന ചർച്ചകൾക്കൊടുവിൽ സാബർ ക്യാപിറ്റൽ ബാങ്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ബാങ്കിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഇത്. റാണ തൽവാർ ബാങ്കിന്റെ ചെയർമാനായി ചുമതലയേറ്റു. ബാങ്കിനെ രക്ഷിച്ചെടുക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. ഓഹരി ഉടമകളിൽ നിന്ന് കൂടുതൽ പണം സമാഹരിച്ചു. കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കാൻ നടപടികൾ സ്വീകരിച്ചു. ശൈലേന്ദ്ര ഭണ്ഡാരിയെ പോലുള്ള പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ ബാങ്കിന്റെ തലപ്പത്ത് കൊണ്ടുവന്നു. റാണ തൽവാറിന്റെ നേതൃത്വത്തിൽ ബാങ്ക് മെച്ചപ്പെട്ടു തുടങ്ങി. എന്നാൽ ബാങ്കിന് വലിപ്പം കുറവാണെന്ന പ്രശ്നം അപ്പോഴും ഉണ്ടായിരുന്നു. വലിയ ബാങ്കുകളോട് മത്സരിക്കാൻ കൂടുതൽ ശാഖകളും നിക്ഷേപവും ആവശ്യമായിരുന്നു. ഈ സമയത്താണ് മറ്റൊരു സ്വകാര്യ ബാങ്കായ ബാങ്ക് ഓഫ് പഞ്ചാബുമായി ചർച്ചകൾ നടക്കുന്നത്. 1994 തന്നെ സ്ഥാപിതമായ മറ്റൊരു ബാങ്കായിരുന്നു ബാങ്ക് ഓഫ് പഞ്ചാബ്. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് പഞ്ചാബിലും ഹരിയാനയിലും ഇതിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. തേജ്ബീർ സിംഗ് ആയിരുന്നു ഇതിന്റെ അമരക്കാരൻ. കാർഷിക വായ്പകളിലും ചെറുകിട വായ്പകളിലും ബാങ്ക് ഓഫ് പഞ്ചാബ് ശക്തമായിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ഇവർക്ക് സാന്നിധ്യം കുറവായിരുന്നു. മറിച്ച് സെഞ്ചുറിയൻ ബാങ്കിന് മുംബൈയിലും ദക്ഷിണേന്ത്യയിലും നല്ല വേരുകൾ ഉണ്ടായിരുന്നു. രണ്ട് ബാങ്കുകളും ലയിച്ചാൽ ഇന്ത്യയൊട്ടാകെ സാന്നിധ്യമുള്ള ഒരു വലിയ ബാങ്കായി മാറുമെന്ന് ഇരു കൂട്ടരും മനസ്സിലാക്കി. 2005 ജൂണിൽ ഈ ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതൊരു വലിയ വാർത്തയായിരുന്നു. ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ 4 ഓഹരികൾക്ക് സെഞ്ചുറിയൻ ബാങ്കിന്റെ 9 ഓഹരികൾ നൽകുന്ന രീതിയിലായിരുന്നു കരാർ. ലയനത്തിന് ശേഷം ബാങ്കിന്റെ പേര് സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് എന്ന് മാറ്റി. ഇത് ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ലയനമായിരുന്നു. ഇതോടെ ബാങ്കിന്റെ ശാഖകളുടെ എണ്ണം 235 ഉയർന്നു. ATMകളുടെ എണ്ണം 400-നടുത്തായി. മൊത്തം ബിസിനസ് 10,000 കോടി രൂപയ്ക്ക് മുകളിലെത്തി. ബാങ്കിന്റെ ലോഗോയും നിറങ്ങളും പരിഷ്കരിച്ചു. പുതിയൊരു ഉന്മേഷത്തോടെ ബാങ്ക് പ്രവർത്തനം തുടർന്നു. ലയനത്തിന് ശേഷം സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് വേഗത്തിൽ വളർന്നു. ശൈലേന്ദ്ര ഭണ്ഡാരിയായിരുന്നു ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹം ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി. വായ്പകൾ നൽകുന്നതിൽ വേഗത കൊണ്ടുവന്നു. ഇരുചക്ര വാഹന വായ്പകളിലും ട്രക്ക് വായ്പകളിലും ബാങ്ക് വലിയ മുന്നേറ്റം നടത്തി. വ്യക്തിഗത വായ്പകളും ക്രെഡിറ്റ് കാർഡുകളും അവർ വിപണിയിലിറക്കി. ബാങ്കിന്റെ ഓഹരി വില ഓഹരി വിപണിയിൽ ഉയർന്നു. വിദേശ നിക്ഷേപകർ ബാങ്കിൽ താൽപ്പര്യം കാണിച്ചു. ബാങ്ക് മസ്കറ്റ് പോലുള്ള വിദേശ സ്ഥാപനങ്ങൾ ബാങ്കിൽ വലിയ നിക്ഷേപം നടത്തിയിരുന്നു. ജീവനക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചു. ഇന്റർനെറ്റ് ബാങ്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി. വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ബാങ്ക് വീണ്ടും തീരുമാനിച്ചു. ഇത്തവണ അവരുടെ കണ്ണ് പതിഞ്ഞത് കേരളത്തിലായിരുന്നു. കേരളത്തിൽ പാരമ്പര്യമുള്ള സ്വകാര്യ ബാങ്കായിരുന്നു ലോർഡ് കൃഷ്ണ ബാങ്ക്. 1940 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിതമായ ബാങ്കാണിത്. പുരി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായിരുന്നു അക്കാലത്ത് ഈ ബാങ്ക്. ലോർഡ് കൃഷ്ണ ബാങ്കിന് കേരളത്തിൽ ധാരാളം ശാഖകൾ ഉണ്ടായിരുന്നു. എന്നാൽ മൂലധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. കൂടാതെ തൊഴിലാളി യൂണിയനുകളുമായുള്ള ചില തർക്കങ്ങളും ബാങ്കിനെ അലട്ടിയിരുന്നു. ബാങ്കിന്റെ വികസനത്തിന് കൂടുതൽ പണം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് ലോർഡ് കൃഷ്ണ ബാങ്കിനെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. 2006 ഇതിനുള്ള ചർച്ചകൾ തുടങ്ങി. എന്നാൽ തുടക്കത്തിൽ ചില എതിർപ്പുകൾ ഉയർന്നു. ബാങ്കിന്റെ വിലയെ ചൊല്ലിയും ജീവനക്കാരുടെ ഭാവിയെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടായി. ഒടുവിൽ 2007 ലയനത്തിന് റിസർവ് ബാങ്ക് അനുമതി നൽകി. ലോർഡ് കൃഷ്ണ ബാങ്കിന്റെ 5 ഓഹരികൾക്ക് സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ 7 ഓഹരികൾ എന്ന നിരക്കിൽ ലയനം നടന്നു. ഇതോടെ കേരളത്തിലെ 100-ലധികം ശാഖകൾ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ ഭാഗമായി. ബാങ്കിന്റെ മൊത്തം ശാഖകളുടെ എണ്ണം 400 കടന്നു. ദക്ഷിണേന്ത്യയിൽ ബാങ്ക് വളരെ ശക്തമായി. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമെല്ലാം ബാങ്കിന്റെ ബോർഡുകൾ മാറി. പഴയ ലോർഡ് കൃഷ്ണ ബാങ്ക് ഇടപാടുകാർ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ ഇടപാടുകാരായി.
ലോർഡ് കൃഷ്ണ ബാങ്കിനെ കൂടി ചേർത്തതോടെ സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് ഇന്ത്യയിലെ വലിയ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായി മാറി. 2007 അവസാനിക്കുമ്പോൾ ബാങ്കിന് ശക്തമായൊരു സാന്നിധ്യമുണ്ടായിരുന്നു. പഞ്ചാബിലും കേരളത്തിലും മുംബൈയിലും അവർക്ക് നല്ല വേരുകളുണ്ടായി. റാണ തൽവാറിന്റെ തന്ത്രങ്ങൾ വിജയിച്ചു. ബാങ്കിന്റെ ആസ്തികൾ വർദ്ധിച്ചു. നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടി. ബാങ്കിന്റെ വിപണി മൂല്യം ഉയർന്നു. ബാങ്കിംഗ് രംഗത്തെ പ്രമുഖർ സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ മത്സരം കടുക്കുകയായിരുന്നു. ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ വമ്പന്മാർ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇവരോട് മത്സരിക്കാൻ ഇനിയും വലിയ മൂലധനം ആവശ്യമാണെന്ന് ബാങ്കിന്റെ മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞു. സ്വതന്ത്രമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും വലിയ ബാങ്കുമായി ലയിക്കുന്നതാണെന്ന ചിന്ത ചിലർക്കുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായിരുന്നു HDFC ബാങ്ക്. ആദിത്യപുരി ആയിരുന്നു അതിന്റെ തലവൻ. വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും പ്രവർത്തിക്കുന്ന ബാങ്കായിരുന്നു അത്. കിട്ടാക്കടങ്ങൾ വളരെ കുറവായിരുന്നു. HDFC ബാങ്ക് വളർച്ചയ്ക്കായി പുതിയ വഴികൾ തേടുകയായിരുന്നു. ശാഖകൾ ഓരോന്നായി തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ വളരാൻ മറ്റൊരു ബാങ്കിനെ ഏറ്റെടുക്കുന്നതാണ് നല്ലതെന്ന് അവർ കരുതി. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് അവർക്ക് അനുയോജ്യമായൊരു ഇരയായിരുന്നു. സെഞ്ചൂറിയൻ ബാങ്കിന് നല്ലൊരു ശൃംഖലയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും. ഈ ശാഖകൾ സ്വന്തമാക്കിയാൽ HDFC ബാങ്കിന് പെട്ടെന്ന് തന്നെ വലിയൊരു കുതിച്ചുചാട്ടം നടത്താം. അങ്ങനെ 2008 തുടക്കത്തിൽ ലയനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരന്നു. വിപണിയിൽ വാർത്തകൾ വന്നപ്പോൾ തന്നെ സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ ഓഹരി വില ഉയർന്നു. HDFC ബാങ്കിന്റെ ചെയർമാൻ ദീപക് പരേഖും സെഞ്ചൂറിയൻ ബാങ്കിന്റെ ചെയർമാൻ റാണ തൽവാറും ചർച്ചകൾ നടത്തി. ഇരു ബാങ്കുകളുടെയും ഡയറക്ടർ ബോർഡുകൾ യോഗം ചേർന്നു. 2008 ഫെബ്രുവരിയിൽ ലയന പ്രഖ്യാപനം വന്നു. ഇന്ത്യൻ ബാങ്കിംഗ് ലയനത്തിലെ ഏറ്റവും വലിയ ലയനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഏകദേശം 9,500 കോടി രൂപയുടെ ഇടപാടായിരുന്നു അത്. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ 29 ഓഹരികൾക്ക് HDFC ബാങ്കിന്റെ ഒരു ഓഹരി എന്ന നിരക്കിൽ ഓഹരി കൈമാറ്റം നിശ്ചയിച്ചു. ഇത് വളരെ വലിയൊരു വാർത്തയായി. മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകി. ഈ ലയനത്തോടെ HDFC ബാങ്കിന്റെ ശാഖകളുടെ എണ്ണം 1000-ലധികമായി. സ്വകാര്യ ബാങ്കുകളിൽ ശാഖകളുടെ എണ്ണത്തിൽ അവർ ഒന്നാമതായി. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ 20 ലക്ഷത്തിലധികം വരുന്ന ഇടപാടുകാർ HDFC ബാങ്കിന്റെ ഭാഗമായി. 2008 മെയ് മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ലയനത്തിന് അന്തിമ അനുമതി നൽകി. മെയ് 23 മുതൽ സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് ഔദ്യോഗികമായി HDFC ബാങ്കിൽ ലയിച്ചു. ലയനം പൂർത്തിയായതോടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ ശാഖകളെല്ലാം HDFC ബാങ്കിന്റെ ശാഖകളായി മാറി. ബോർഡുകൾ മാറ്റി സ്ഥാപിച്ചു. ATMകളുടെ നിറം മാറി. സോഫ്റ്റ്വെയറുകൾ ഏകീകരിച്ചു. ജീവനക്കാർക്ക് HDFC ബാങ്കിന്റെ പരിശീലനം നൽകി. ഇതൊരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. രണ്ട് ബാങ്കുകളുടെയും പ്രവർത്തന രീതികൾ വ്യത്യസ്തമായിരുന്നു. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് കുറച്ചുകൂടി അഗ്രസീവായ രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. HDFC ബാങ്ക് വളരെ ചിട്ടയോടെയും കരുതലോടെയുമാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ആദിത്യപുരിയുടെ നേതൃത്വത്തിൽ ഈ മാറ്റം വിജയകരമായി നടപ്പാക്കി. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ ചെയർമാനായിരുന്ന റാണ തൽവാർ HDFC ബാങ്കിന്റെ ബോർഡിൽ അംഗമായില്ല. എന്നാൽ ബാങ്കിന്റെ MD ആയിരുന്ന ശൈലേന്ദ്ര ഭണ്ഡാരിക്ക് HDFC ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനം വാഗ്ദാനം ചെയ്തു. എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു. പിന്നീട് അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറി. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിലെ ഭൂരിഭാഗം ജീവനക്കാരെയും HDFC ബാങ്ക് നിലനിർത്തി. അവർക്ക് പുതിയ റോളുകൾ നൽകി. ഈ ലയനം വഴി HDFC ബാങ്കിന് ഗ്രാമീണ മേഖലയിലും ചെറിയ പട്ടണങ്ങളിലും വലിയ സ്വാധീനം ലഭിച്ചു. പ്രത്യേകിച്ച് പഞ്ചാബിലെയും കേരളത്തിലെയും വിപണിയിൽ അവർക്ക് പെട്ടെന്ന് ആധിപത്യം കിട്ടി. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് എന്ന പേര് ഇന്ന് ബാങ്കിംഗ് ലോകത്തില്ല. എന്നാൽ അതിന്റെ ചരിത്രം പല പാഠങ്ങളും നൽകുന്നുണ്ട്. ഒരു ബാങ്ക് എങ്ങനെ രൂപീകൃതമായെന്നും അത് നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. സാബർ ക്യാപിറ്റലിന്റെ ഇടപെടൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം എന്നതിന് ഉദാഹരണമാണ്. ബാങ്ക് ഓഫ് പഞ്ചാബുമായുള്ള ലയനം വലിപ്പം കൂട്ടാൻ സഹായിച്ചു. ലോർഡ് കൃഷ്ണ ബാങ്കിനെ ഏറ്റെടുത്തത് പ്രാദേശികമായ പേരുകൾ നൽകി. അവസാനം HDFC ബാങ്കുമായുള്ള ലയനം നിക്ഷേപകർക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തു. ബാങ്കിന്റെ പഴയ ഇടപാടുകാർ ഇന്നും ആ കാലഘട്ടം ഓർക്കുന്നുണ്ടാകും. റാണ തൽവാർ എന്ന ബാങ്കറുടെ ദീർഘവീക്ഷണമാണ് ബാങ്കിനെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. അദ്ദേഹം ബാങ്കിനെ വിറ്റത് ഏറ്റവും അനുയോജ്യമായ സമയത്തായിരുന്നു. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തൊട്ട് മുമ്പായിരുന്നു ഈ ലയനം നടന്നത്. ആ സമയത്ത് ബാങ്ക് വിറ്റില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബാങ്ക് വലിയ പ്രതിസന്ധിയിൽ ആകുമായിരുന്നു. അതിനാൽ ഈ ലയനം വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഈ ലയനം നടക്കുന്ന സമയത്ത് ഓഹരി വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിരുന്നു. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ ഓഹരി ഉടമകൾക്ക് HDFC ബാങ്കിന്റെ ഓഹരികൾ ലഭിച്ചപ്പോൾ അവരുടെ സമ്പത്ത് വർദ്ധിച്ചു. HDFC ബാങ്കിന്റെ ഓഹരികൾക്ക് വിപണിയിൽ നല്ല വിലയുണ്ടായിരുന്നു. ലയനത്തിന് ശേഷം HDFC ബാങ്കിന്റെ ക്യാപിറ്റൽ അഡിക്വസി മെച്ചപ്പെട്ടു. കിട്ടാക്കടങ്ങളുടെ തോത് കുറഞ്ഞു. ബാങ്കിന്റെ ലാഭം വർദ്ധിച്ചു. പുതിയതായി ലഭിച്ച ശാഖകളിൽ നിന്ന് കൂടുതൽ ബിസിനസ് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിന്റെ ശക്തമായ മേഖലയായിരുന്ന വാഹന വായ്പാ വിഭാഗം HDFC ബാങ്കിന് മുതൽക്കൂട്ടായി. ഏതൊരു ലയനത്തിലും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ജീവനക്കാരാണ്. തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടാകും. എന്നാൽ ഈ ലയനത്തിൽ പിരിച്ചുവിടലുകൾ കുറവായിരുന്നു. HDFC ബാങ്ക് വളരെ മാന്യമായാണ് ജീവനക്കാരോട് പെരുമാറിയത്. അവർക്ക് പുതിയ പരിശീലനം നൽകി ബാങ്കിന്റെ സംസ്കാരത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്.
ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയുടെ ഒരു നേർചിത്രമാണ് ഈ കഥ. മത്സരം, അതിജീവനം, വളർച്ച, ലയനം എന്നിങ്ങനെ ബിസിനസിന്റെ എല്ലാ വശങ്ങളും ഇതിൽ കാണാം. റാണ തൽവാറിനെ പോലുള്ളവരുടെ ലീഡർഷിപ്പും ആദിത്യ പുരിയെ പോലുള്ളവരുടെ തന്ത്രങ്ങളും ഇവിടെ വിജയിച്ചു. അവസാനം വിജയിച്ചത് ഇന്ത്യൻ ബാങ്കിംഗ് മേഖല തന്നെയാണ്. കൂടുതൽ ശക്തമായ, സുരക്ഷിതമായ ബാങ്കുകൾ ഉണ്ടാകാൻ ഇത്തരം ലയനങ്ങൾ സഹായിച്ചു. സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് എന്ന പേര് മാഞ്ഞെങ്കിലും അതിന്റെ ആത്മാവ് ഇന്നത്തെ HDFC ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു.